ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള അടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കുക. ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഉരുട്ടാൻ പാകത്തിന് സോഫ്റ്റാക്കി എടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ട തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഒരു മഞ്ഞ കളറായി വരുമ്പോഴത്തേക്കും ഒന്ന് മുരിയണം. അപ്പോഴത്തേക്ക് നമ്മൾ പഞ്ചസാരക്ക് പകരം ഞാൻ 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരപ്പൊടി ഇതിലങ്ങനെ കല്ലും മണ്ണൊന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്, ഉരുക്കാണ്ട്. അപ്പോൾ ഇതിലേക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ. പിന്നെ ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇല വാട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കുക ഈ ഇലയിൽ. എന്നിട്ട് നമ്മൾ ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ അട എങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ ഇല മടക്കിയതിന് ശേഷം എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ തുറന്നു അതിൻ്റെ എല്ലാ ഭാഗത്തുള്ള ഇലയും ഒന്ന് മടക്കി വെക്കുക. ഇനി അടുത്തതും കൂടി ഉണ്ടാക്കുക. ഇനി നമ്മൾ ആ സമയം കൊണ്ട് അടുപ്പത്തേക്ക് അടച്ചമ്പിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളക്കാൻ വിടുക. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള അടകളെല്ലാം അതിൽ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. അതൊരു 10-15 മിനിറ്റ് വെച്ച് കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടെ വെക്കുക. അപ്പോൾ നമ്മൾ അട റെഡി ആയിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കിത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല നല്ല സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഴം ചേർക്കാണ്ടും ചെയ്തെടുക്കാം. പിന്നെ പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര തന്നെ ചെയ്യാം. ഞാനിത് ശർക്കര ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നാളെ കാണാം.